ഖമേനിയുടെ പിൻഗാമിയായി ഇന്നലെയാണ് മുജ്തബ ഖമേനിയെ ഇറാനിലെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തത്. അയത്തുള്ള ഖമേനിയുടെ രണ്ടാമത്തെ മകൻ കൂടിയാണ് മുജ്തബ. നമുക്കറിയാം പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള 88 അംഗ സമിതിയാണ് അദ്ദേഹത്തെ പിൻഗാമിയായി പ്രഖ്യാപിച്ചത്. ടെഹ്റാൻ സമയം അർദ്ധരാത്രിയോടെ ഈ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടാവുകയായിരുന്നു. ഈ പ്രഖ്യാപനത്തോടെ രാജ്യത്തെ എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിനുള്ള അധികാരമാണ് മുജ്തബയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. പരമോന്നത നേതാവ് എന്ന പദവി ഇറാനിലെ ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ മതപരമായ അധികാരമാണ്. എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളിലും അന്തിമ തീരുമാനം എടുക്കാം. പുതിയ നേതാവിനെ സംബന്ധിച്ച തീരുമാനം വിദഗ്ധ സമിതി എടുത്തിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അങ്ങനെ തന്നെ ആകുമെന്ന കാര്യം ഉറപ്പായിരുന്നു. നമുക്കറിയാം മുജ്തബയുമായി ബന്ധപ്പെട്ട ഇസ്രായേലിന്റെ പുതിയ പ്രഖ്യാപനം മുജ്തബയെയും തീർക്കുമെന്നുള്ളതാണ്. ആര് പരമോന്നത നേതാവായി വന്നാലും ആര് നേതൃത്വത്തിൽ വന്നാലും അവർക്കെതിരെ നടപടി ഉണ്ടാകും, കാത്തിരിക്കൂ എന്നാണ് ഇസ്രായേൽ പറയുന്നത്. മുജ്തബയും ഇപ്പോൾ സുരക്ഷിത കേന്ദ്രത്തിലായിരിക്കുമല്ലോ അജയ്. മുജ്തബ അതിനുശേഷം നമ്മൾ പബ്ലിക് സ്പേസിലൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഈ ആക്രമണങ്ങൾക്ക് ശേഷം മുജ്തബയെ വധിക്കുമെന്ന് ഇസ്രായേൽ ശപഥമെടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാൻ അത്തരത്തിൽ തന്നെയാണ് നിലവിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത്. അവർ ആരെ പുതിയ നേതാവായി തെരഞ്ഞെടുത്താലും പ്രശ്നമില്ല. പുതിയ നേതൃത്വത്തിലുള്ള ആര് അധികാരത്തിൽ വന്നാലും അവരെയും പൂർണ്ണമായി ഇല്ലാതാക്കി നിലവിലെ ഭരണകൂടത്തെ പുറത്താക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രാലയം നിലവിൽ ഒരു പ്രസ്താവനയായി അറിയിച്ചിട്ടുള്ളത്. അതേസമയം ട്രംപിൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞ് ഫോക്സ് ന്യൂസിൻ്റെ ഒരു റിപ്പോർട്ടും കൂടി നിലവിൽ പുറത്തു വരുന്നുണ്ട്. അതായത് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ ട്രംപ് ഐ ആം നോട്ട് ഹാപ്പി വിത്ത് ദിസ് ഡിസിഷൻ എന്നാണ് പ്രതികരിച്ചിട്ടുള്ളത്. അതായത് ഇക്കാര്യത്തിൽ താൻ സന്തുഷ്ടനല്ല എന്ന് ട്രംപ് പറയുകയാണ് ഉണ്ടായത്. ഒരു ഇസ്രായേലി മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇപ്പോൾ ഫോക്സ് ന്യൂസിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ താൻ സന്തുഷ്ടനല്ല എന്നൊരു വാക്ക് മാത്രം ട്രംപ് പറഞ്ഞു. ഇക്കാര്യത്തിൽ ട്രംപ് ഒരു പബ്ലിക് സ്പേസിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഈ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള കമൻറ്റുകളിൽ മാത്രമാണ് ഇത്തരത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളത്. ഒരു അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രതികരണങ്ങളോ ഒന്നും തന്നെ നിലവിൽ നമുക്ക് ഒരിടത്തിൽ ലഭ്യമല്ല. ഇപ്പോൾ അദ്ദേഹം ട്രൂത്ത് സോഷ്യൽ വഴി ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് ഈ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായിട്ടുള്ള വർധനവിനെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില അത് അനിയന്ത്രിതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് കാലത്തിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ വർധനവാണ്. ഏതാണ്ട് 20% മുകളിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 100 ബാരലിന് മുകളിൽ ഈ പുതിയ ക്രൂഡ് ഓയിലിൻ്റെ വില ഉയർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് പുതിയ വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് വളരെ വലിയൊരു വർധനവാണ്. $108.77 നിലവിൽ ക്രൂഡ് ഓയിലിൻ്റെ വില. ഇത് ഈ ഒരു വില വർധനവിൽ ട്രംപ് പ്രതികരിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഉള്ള ഒരു വർധനവ് മാത്രമാണിത്. ഈ ഇറാനുമായിട്ടുള്ള ഈ സംഘർഷം അത് അവസാനിക്കുന്നതോടെ ക്രൂഡ് ഓയിൽ വിലയും താഴേക്ക് വരും. ഈയൊരു വിലയെന്ന് പറയുന്നത് അമേരിക്കയുടെയും ലോകത്തിൻ്റെയും ശാന്തിക്കും സമാധാനത്തിനുമായി നൽകേണ്ടി വരുന്ന ചെറിയൊരു വില മാത്രമാണ്. അല്ലാത്ത തരത്തിൽ ചിന്തിക്കുന്നവരെല്ലാവരും മണ്ടന്മാരാണ് എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ ഇട്ടിട്ടുള്ള ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. തീർച്ചയായും തിരിച്ചു വരാം അജയ്, തുടരുക. ഇതിനിടെ ഇറാൻ ആക്രമണങ്ങളിൽ സൗദി അറേബ്യയിലും കുവൈറ്റിലും UAE-യിലുമായി 5 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. സൗദിയിലെ അൽ ഖർജ് പട്ടണത്തിൽ മിസൈൽ ഭാഗം വീണാണ് ഇത്തരത്തിൽ 2 പേർ മരിച്ചിരിക്കുന്നത്. ഒരു ഇന്ത്യക്കാരനും ബംഗ്ലാദേശ് പൗരനും ഇത്തരത്തിൽ മരണപ്പെട്ടു എന്നാണ് വിവരം. 12ഓളം ആളുകൾക്ക് പരിക്കേറ്റ പശ്ചാത്തലം കൂടിയുണ്ട്. ശുചീകരണ ജോലികൾ ചെയ്യുന്ന കമ്പനിക്ക് മേലാണ് മിസൈൽ ഭാഗം വീണത്. അൽ ഖർജിലെ റഡാർ സംവിധാനം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കുവൈറ്റിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥരും ദുബായിൽ കാറിന് മുകളിൽ മിസൈൽ ഭാഗങ്ങൾ പതിച്ച് പാകിസ്ഥാൻ സ്വദേശിയായ ഡ്രൈവറും മരിച്ചത് നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ബഹ്റൈനിലെ കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റിന് നേരെയും ആക്രമണം ഉണ്ടാകുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം ഈ ഗൾഫ് മേഖല എന്ന് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ കടലിൽ നിന്നും മറ്റും കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതാണ്. നമുക്കറിയാം ഗൾഫ് മേഖലയൊക്കെ വെള്ളത്തിന് പ്രധാനമായും ആശ്രയിക്കുന്നത് ഇത്തരം ശുദ്ധീകരണ പ്ലാന്റുകളെയാണ്. കടൽ വെള്ളം ശുദ്ധീകരിച്ചാണ് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റുന്നത്. അവിടെയാണ് ഇപ്പോൾ ഇറാൻ ലക്ഷ്യം വെക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ജലയുദ്ധത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഗൾഫ് മേഖലകളെ ആക്രമിക്കില്ല എന്നതിൽ നിന്ന് ഇറാൻ പിന്മാറുന്നു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുന്നത് വല്ലാത്ത പ്രശ്നമാണ് ഗൾഫ് മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനിടയിൽ നിരവധി ആളുകൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റും ഇന്ത്യയിലേക്കും മറ്റും മടങ്ങിയെത്തുന്നു എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. പലരും തിരിച്ചെത്താൻ ശ്രമിക്കുന്നുണ്ട്. ഭീതിയുണ്ട് അവിടെ എന്ന കാര്യത്തിൽ സംശയമില്ല. അജയ്, സുധാ, ബിജു, ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇറാൻ ഒരു തരിമ്പ് പോലും പിന്മാറുന്നില്ല എന്നതല്ലേ?
തീർച്ചയായിട്ടും അത്തരത്തിലാണ് നിലവിലുള്ള ആക്രമണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ബഹ്റൈനിൽ 32 പേർക്ക് പരിക്കേറ്റ ഈ വലിയ ഡ്രോൺ ആക്രമണമാണെങ്കിലും, അതുപോലെ തന്നെ ദുബായിൽ ഒരു ഇന്ത്യക്കാരനുൾപ്പെടെ 2 പേരുടെ മരണത്തിനിടയായിട്ടുള്ള ആക്രമണമാണെങ്കിലും എല്ലാം ഇപ്പോൾ ഇറാൻ വളരെ ശക്തിയായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യം അവിടെ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വന്നിരുന്നു. അതായത് ഇപ്പോൾ അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നത്. എന്നാൽ പിന്നീട് ഇന്നലെ അദ്ദേഹം മറ്റൊരു പ്രതികരണം നടത്തി. അതായത് തൻ്റെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിച്ചതാണ്. അയൽ രാജ്യങ്ങളിൽ നിന്നല്ല, എവിടെ നിന്നാണെങ്കിലും തങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി നൽകും എന്നാണ് താൻ പറഞ്ഞത്. തൻ്റെ വാക്കുകൾ ശത്രുക്കൾ വളച്ചൊടിച്ചുകൊണ്ട് ഈ അയൽ രാജ്യങ്ങളുമായി, ഈ ഗൾഫ് മേഖലയിലെ മറ്റ് രാജ്യങ്ങളുമായി തങ്ങൾക്കുള്ള നല്ല ബന്ധം അത് തകർക്കാൻ ശത്രുക്കൾ ശ്രമിക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ ഇറാനൊപ്പം എല്ലാവരും നിൽക്കണം. ഈ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം അത് ജനവാസ മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു അമേരിക്കൻ പ്രകോപനങ്ങൾക്ക് നൽകിയിട്ടുള്ള തിരിച്ചടികളാണ്. ഈ ഒരു വിഷയത്തിൽ എല്ലാ ജനങ്ങളോടും ക്ഷമ ചോദിക്കുന്നതായിട്ടും അദ്ദേഹം പിന്നീട് ഇന്നലെ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതായത് ഇറാനെ അടിക്കുകയാണെങ്കിൽ അത് ജനവാസ മേഖലയിൽ എന്നല്ല, എവിടെയാണെങ്കിലും ഇറാൻ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകും എന്ന് ഇറാൻ പറയുന്നുണ്ട്. എന്നാൽ അതേസമയം ഈ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന ജനങ്ങളോട് മാപ്പ് പറയുന്നൊരു സമീപനവുമുണ്ട്. ഇത്തരത്തിൽ 2 കാര്യങ്ങളും ഇറാൻ പറയുന്നുണ്ട്. എന്നാൽ ഈ ആക്രമണത്തിൽ ശാന്തതയുണ്ടാകും എന്നുള്ള കാര്യം മാത്രം അവർ പറയുന്നില്ല. ഇപ്പോൾ ടെഹ്റാനിലുണ്ടായിട്ടുള്ള എണ്ണപ്പാടങ്ങൾ, അതുപോലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, എണ്ണ വിതരണശാലകൾ, ഇവയ്ക്കെതിരെയെല്ലാം ആക്രമണമുണ്ടായിരുന്നു. വലിയ തീപിടുത്തം ടെഹ്റാൻ നഗരത്തിൽ സംഭവിച്ചതാണ്. ഇതിന് പ്രതികാരമായിട്ട് ഗൾഫ് മേഖലയിലുള്ള പല എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും ആക്രമണം ഇപ്പോൾ വ്യാപകമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുവൈറ്റിലുള്ള ഒരു എണ്ണ സംഭരണ കേന്ദ്രത്തിന് നേരെ ആക്രമണം ഇന്നലെ നടന്നിരുന്നു. അതുപോലെ തന്നെ സൗദിയിലുള്ള ഒരു എണ്ണപ്പാടത്തിന് നേരെ, ഷ്യാബ എന്ന് പറയുന്ന ഒരു എണ്ണപ്പാടത്തിന് നേരെ നിലവിലൊരു മിസൈൽ ആക്രമണം ഉണ്ടായതായിട്ടുള്ള വിവരം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഈ മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചതായിട്ടാണ് വിവരമുള്ളത്. എന്നാൽ ഈ മിസൈൽ അവശിഷ്ടം വീണ് നേരിയ തോതിൽ ചില ആളുകൾക്ക് പരിക്കുള്ളതായിട്ടും വിവരങ്ങളുണ്ട്. എന്തായാലും ഈ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച്, അതുപോലെ എണ്ണ സംഭരണശാലകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം 2 ഭാഗത്തും തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടെഹ്റാനിലുള്ള ഒരു എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി US-ഉം ഇസ്രായേലും ആക്രമണം നടത്തി. അത് വിജയിക്കുകയും ചെയ്തിരുന്നു. ടെഹ്റാൻ നഗരത്തിൽ വ്യാപകമായി തന്നെ വിഷപ്പുക ഉൾപ്പെടെ ഉയരുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ അതിന് അടിക്ക് തിരിച്ചടി എന്നോണം എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാൻ ആക്രമണം നടത്തുന്നു. പിന്നെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശുദ്ധജല പ്ലാന്റുകൾ, ഇവ കേന്ദ്രീകരിച്ചും ആക്രമണമുണ്ട്. ഇറാന്റെ തെക്കൻ ഭാഗത്തുള്ള, അതായത് ഹോർമുസ് കടലിടുക്കിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ദ്വീപിലാണ് ഇത്തരത്തിലൊരു എണ്ണ പ്ലാന്റ് ഇറാന്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. തീർച്ചയായും തിരിച്ചു വരാം. ഇപ്പോൾ മറ്റൊരു വാർത്ത അജയ് തുടരണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.